ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കൊല്ലം അഷ്ടമുടി കായലിലാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് ബോട്ട് പോകുന്നത്. അപ്പോൾ ഈ ബോട്ടിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പം കൃത്യം 10 മണിയാകുമ്പോഴത്തേക്ക് നമ്മളിവിടുന്ന് പോകും. ബാക്കി വിശേഷം അവിടെ വന്നിട്ട് കാണാം. ഇത് പെൻഷനേഴ്സിൻ്റെ 1 ഡേ ടൂർ പ്രോഗ്രാം ആണ്. ഞാൻ അമ്മയുടെ കൂടെ വന്നതാണ്. ഇവിടെ കുറേ പേര് വന്നിട്ടുണ്ട്. അമ്മയുടെ കൂടെ ഞാൻ മാത്രമല്ല, പിള്ളേരും ഉണ്ട്. കൃത്യം 10 മണിക്കാണ് കേട്ടോ ഇവിടുന്ന് പോകുന്നത്. ഓരോരുത്തരായി എത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇതാണ് നമ്മൾ പോകുന്ന ബോട്ട്. അല്ലെങ്കിൽ ഈ ബോട്ട് യാത്ര എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു സംഭവം തന്നെയാണ് അല്ലേ. അങ്ങനെ കൃത്യസമയത്ത് തന്നെ ബോട്ട് എടുത്തു. എല്ലാവരും ബോട്ടിലേക്ക് കയറുവാണ്. ഞങ്ങൾക്ക് മുകളിലത്തെ നിലയായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആഗ്രഹം മുകളിലത്തെ നില തന്നെ ആയിരുന്നു. ഭാഗ്യത്തിന് അത് കിട്ടി. ഞാനിപ്പോൾ ബോട്ട് യാത്രയൊക്കെ ചെയ്തിട്ട് കുറേ നാളായി. കുറേ നാളെന്ന് പറഞ്ഞപ്പോലെ കുറച്ച് വർഷം തന്നെ ആയിട്ടുണ്ട്. അങ്ങനെ ഒരു ത്രില്ലിംഗ് ആയിരുന്നു കയറാനായിട്ട്. അങ്ങനെ നമ്മൾ മുകളിലത്തെ നിലയിലെത്തി. ഇവിടെ കുറച്ച് സീറ്റൊക്കെ ഉള്ളൂ. താഴെയാണ് ഒരുപാട് സീറ്റ് ഉള്ളത്. പക്ഷെ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാലുണ്ടല്ലോ വേറൊരു വൈബ് തന്നെയാണ്. അപ്പൊ നമ്മള് 2ാമത്തെ നിലയിലാണ് ഇരിക്കുന്നത് അല്ലേ. ഇതുവരെ ബോട്ട് എടുത്തില്ല, എടുക്കാറാവുന്നുള്ളൂ. നമ്മൾ വെയിറ്റിങ്ങിലാണ്. ഓക്കെ. നമ്മൾ കുറച്ചു നേരം അകത്തൊക്കെ ഇരുന്നിട്ട് പുറത്തെ ബാൽക്കണിയിലേക്ക് വന്നിരുന്നിട്ടുണ്ട് കാറ്റൊക്കെ കൊള്ളാനായിട്ട്. ഇതുവരെ ബോട്ട് എടുത്തിട്ടില്ല. എല്ലാവരും കട്ട വെയിറ്റിങ്ങിലാണ്. ശരിക്കും പറഞ്ഞാൽ യാത്ര ചെയ്യണമെങ്കിൽ ഇങ്ങനെ യാത്ര ചെയ്യണം. നല്ല തണുത്ത കാറ്റും. അല്ലാതെ ഈ ചൂട് സമയത്ത് നമ്മൾ അകത്ത് കയറി ഇരുന്നിട്ട് ചൂടെടുത്തിട്ട് ഒരു കാര്യമില്ല. അങ്ങനെ നമ്മുടെ ബോട്ട് യാത്രയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ ശരിക്കും എൻജോയ് തന്നെ പോകാൻ പറ്റുന്നുണ്ടായിരുന്നു. വെയിലായാൽ പിന്നെ കുറച്ച് ബുദ്ധിമുട്ടായേനെ. എന്നാൽ വെയിലും ഇല്ല മഴയും ഇല്ലാത്തൊരവസ്ഥയാണ്. പിന്നെ എവിടെ പോയാലും എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് വിഴുങ്ങുക എന്നുള്ളത് എൻ്റെ ഒരു ശീലമാണ്. അതുകൊണ്ട് ഞാനൊരു ലെമൺ സോഡ പറഞ്ഞു. വെയിലൊന്നും അധികം ഇല്ലെങ്കിൽ തന്നെയും നല്ല ദാഹം ഉണ്ടായിരുന്നു. അന്ന് പിന്നെ ഞാനൊരു ലെമൺ സോഡയൊക്കെ പറയാമെന്ന് കരുതി പിള്ളേർക്കും ലെമൺ സോഡ പറഞ്ഞു. പക്ഷെ പിള്ളേർ കുറച്ചേ കുടിച്ചു. നടുക്കായലിലെത്തിയപ്പോൾ കണ്ടില്ലേ, കുറേ കൊറ്റികൾ നമുക്ക് കൂട്ടിനായിട്ട് വരുന്നുണ്ട്. നല്ല രസമാണ് ആ ഒരു കാഴ്ച കാണാൻ തന്നെ. പിന്നെ നമ്മുടെ ടൂർ പ്രോഗ്രാമിന് ഇമ്പം കൂടണമെങ്കിൽ ഇതുപോലത്തെ കുറേ പാട്ടൊക്കെ വേണമല്ലോ. അങ്ങനെ കുറച്ച് കൾച്ചറൽ പ്രോഗ്രാം നടത്തുവാണ് ഞങ്ങൾ ബോട്ടിൽ. ഇത് നമ്മുടെ ബോട്ടിലെ താഴത്തെ നിലയിലുള്ള കാഴ്ചയാണ്. അവിടെയും ഒരുപാട് പേര് ഇരിപ്പുണ്ട്. പിള്ളേരൊക്കെ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട് ഈ യാത്ര. പിള്ളേരാണല്ലോ നമ്മളെക്കാട്ടി കൂടുതൽ എൻജോയ് ചെയ്യുന്നത്. പിന്നീട് നമ്മൾ ഫുഡൊക്കെ കഴിക്കാനായിട്ട് നിർത്തി. നമ്മൾ ബോട്ടിൽ കയറിയപ്പോൾ തന്നെ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതനുസരിച്ചാണ് അവർ ഫുഡ് കൊണ്ടു തന്നത്. ഞാൻ സ്പെഷ്യലായിട്ട് കണവ റോസ്റ്റാണ് ഓർഡർ ചെയ്തത്. അമ്മയാണെങ്കിൽ ഫിഷ് ഫ്രൈയും പിന്നെ പിള്ളേരാണെങ്കിൽ നെത്തോലി ഫ്രൈയും. പിള്ളേർക്ക് അതൊക്കെ മതി. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കലൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഈ ബോട്ടിൽ കായലിൽ നടുക്കിരുന്ന് കഴിക്കുന്നതിൻ്റെ ഒരു വൈബ് ഉണ്ടല്ലോ, അത് വേറൊരു ഫീല് തന്നെയാണ്. അതിനുശേഷം നമ്മളൊരു കുഞ്ഞു ബോട്ടിൽ കയറി സാമ്പ്രാണിക്കൊടി ഐലൻഡിലേക്ക് പോവുകയാണ്. നമ്മൾ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. അമ്മയും പിള്ളേരൊന്നും വന്നില്ല. ഫൈനലി നമ്മൾ സാമ്പ്രാണിക്കൊടിയിലെത്തി. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു അത്ഭുത കാഴ്ച എന്ന് തന്നെ വേണേൽ പറയാം. കാരണം കായലിൻ്റെ നടുക്ക് നിൽക്കുക എന്ന് പറയുന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ ബോട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പേടിച്ചാണ് ഇറങ്ങിയത്. എന്താകും എന്നൊന്നും ഒരു പിടിയുമില്ല. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. പിന്നെ എല്ലാവരും ഇറങ്ങിയല്ലേ എന്ന് പിന്നെ ഞാനും ധൈര്യപൂർവ്വം അങ്ങ് ഇറങ്ങിയെന്നേ ഉള്ളൂ. നല്ല യാത്രയാണ്.
പിന്നെ എനിക്ക് ഇവിടെ തോന്നിയ ഒരു കൗതുക കാഴ്ച എന്ന് പറയുന്നത് ഇതാണ്. കുറേ ചേച്ചിമാര് ബോട്ടിലും വള്ളത്തിലൊക്കെ ആയിട്ട് നിന്ന് കുറേ കച്ചവടം ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് അച്ചാറുകളും ജ്യൂസും ഒക്കെയാണ് വിൽക്കുന്നത്. നമ്മൾ ഒരു ബോക്സ് ഒക്കെ വാങ്ങിച്ച് കഴിച്ചു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഈ സാമ്പ്രാണിക്കൊടിയിൽ നിന്നും വള്ളത്തിലൂടെ യാത്രയുണ്ട് കണ്ടൽക്കാട് വഴി. പക്ഷെ നമുക്ക് ഒട്ടുമേ സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് അതിനൊന്നും പോകാൻ പറ്റില്ല. അതാണ് ചേച്ചി പറയുന്നത്, നിങ്ങൾക്ക് പൈസ കൊടുക്കുന്ന ഒട്ടുമേ നഷ്ടമാവില്ല, അത്രയും ഭംഗിയാണ് ആ കാഴ്ചകൾ എന്നൊക്കെ. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒട്ടുമേ സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് ആർക്കും തന്നെ പോകാൻ പറ്റില്ല. ഏതാ വരെ വരെ യോ പറഞ്ഞു ആ അയ്യോ ഇത്ര ഉണ്ടല്ലേ. പോവും അങ്ങനെ സാമ്പ്രാണിക്കൊടിയിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നേരെ നമ്മുടെ ബോട്ടിലേക്ക് തിരിച്ചു പോവാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു അടിപൊളി സ്പോട്ട് തന്നെയാണ് കേട്ടോ, ആരും മിസ് ചെയ്യരുത്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് നേരെ തിരിച്ചു പോവാണ്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് എൻജോയ് ചെയ്തൊരു യാത്രയായിരുന്നു ഈ ഒരു ബോട്ട് യാത്ര എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ യാത്രയും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.